അടുത്തതായിട്ട് നമുക്ക് 4 ഷോർട്ട് കട്ട് മെത്തേഡുകളാണ് പഠിക്കാനുള്ളത്. ഒക്ടൽ ടു ബൈനറി, അതുപോലെ ബൈനറി ടു ഒക്ടൽ, പിന്നെ അതുപോലെ ബൈനറി ടു ഹെക്സാഡെസിമൽ, ഹെക്സാഡെസിമൽ ടു ബൈനറി. ആദ്യം നമുക്ക് ഒക്ടൽ ടു ബൈനറി, ബൈനറി ടു ഒക്ടലും പഠിക്കാം. ഒക്ടൽ ടു ബൈനറി അല്ലെങ്കിൽ ബൈനറി ടു ഒക്ടൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഷോർട്ട് കട്ട് മെത്തേഡ് കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടേബിള് പഠിച്ചു വെക്കണം. അതായത് ഒരു കൺവേർട്ടഡ് ടേബിള്, ഒക്ടൽ ഡിജിറ്റും അതിന്റെ കറസ്പോണ്ടിങ് ബൈനറി ഡിജിറ്റ് ഒക്കെ അറിയുന്ന ഒരു ടേബിള് നമ്മൾ പഠിച്ചു വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇത് ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യാൻ നമുക്ക് 2 സ്റ്റെപ്പിൽ വേണം ചെയ്യാൻ. എങ്ങനെ ചെയ്യാം? തന്നിട്ടുള്ള ഒക്ടലിനെ ആദ്യം ഡെസിമൽക്ക് മാറ്റണം, പിന്നെ ഡെസിമലിലുള്ളതിനെ ബൈനറിക്ക് മാറ്റണം. അപ്പൊ അത് ഒഴിവാക്കാൻ നമുക്ക് ഈ ടേബിൾ വെച്ച് ഈസി ആയിട്ട് ഷോർട്ട് കട്ട് മെത്തേഡ് വഴി ചെയ്യാം. അപ്പൊ ഈ ടേബിൾ ഞാൻ ആദ്യം ഒന്ന് പറയാം. ഓരോ ഡിജിറ്റിന്റെയും കറസ്പോണ്ടിങ്, ഇപ്പൊ ഡെസിമൽ നമ്പർ 0 ആണെങ്കിൽ അതിന്റെ ഒക്ടൽ നമ്പർ എന്ന് പറഞ്ഞാൽ 0 തന്നെ വരിക. ഞാൻ 0ന്റെ കറസ്പോണ്ടിങ് ബൈനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 000 ആണ്. അതുപോലെ 1ന്റെ ഒക്ടൽ 1 തന്നെയാണ്, അതിന്റെ ബൈനറി എന്ന് പറഞ്ഞാൽ 001. 2ന്റെ കറസ്പോണ്ടിങ് ബൈനറി എന്ന് പറഞ്ഞാൽ 010. 3യുടെ ബൈനറി എന്ന് പറഞ്ഞാൽ 011. 4ന്റെ 100. 5ന്റെ 101. 6ന്റെ 110. 7ന്റെ 111. ഇനി നമ്മൾ ഒരു ഒക്ടൽ ഡിജിറ്റിനെ 3 ബിറ്റ് ബൈനറി ആയിട്ടാണ് നമ്മൾ എഴുതുക. അങ്ങനെ 3 ബിറ്റ് ബൈനറി ഒക്കെ എഴുതാൻ കാരണം എന്താ വെച്ചെങ്കിൽ, ബൈനറിയില് 3 ബിറ്റ് വെച്ച് മാത്രമേ നമുക്ക് 8 കോമ്പിനേഷൻ, ഡിഫറെന്റ് കോമ്പിനേഷൻ എഴുതാൻ പറ്റുള്ളൂ. 2�3 എന്ന് പറഞ്ഞാൽ 8. അങ്ങനെ നമുക്ക് ഒക്ടൽ ഡിജിറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 എണ്ണം വരുന്നു. അപ്പൊ 8 എണ്ണത്തിന് ഡിഫറെന്റ് കോമ്പിനേഷൻ എഴുതാൻ നമുക്ക് ബൈനറിയിൽ 3 ബിറ്റ് വെക്കണം. അപ്പൊ 3 ബിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഒക്ടലിനെയും ബൈനറിയിൽ റെപ്രസെന്റ് ചെയ്യുക. ഈ 3 ബിറ്റിന്റെ വാല്യൂകൾ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പൊ 0 ആണെങ്കിൽ 3ഉം 0, 1 ആണെങ്കിൽ 001, 2 ആണെങ്കിൽ 010, 3 ആണെങ്കിൽ 011, 4 ആണെങ്കിൽ 100. അതങ്ങനെ ടേബിൾ നമ്മൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നോക്കിയിട്ട് കൺവേർഷൻ ചെയ്യാൻ പറ്റും. ഈ ടേബിൾ നമ്മൾ പഠിച്ചു വെക്കാത്ത കേസിൽ ഞാൻ സൈഡിൽ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. അത് ചെയ്യാൻ പറ്റുന്നവർക്ക് വേണമെങ്കിൽ അത് നോക്കിയിട്ട് ടേബിൾ ഇതാക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ടേബിൾ ഏതെങ്കിലും മെത്തേഡ് വഴി നിങ്ങൾക്ക് ഇത് നോക്കി കഴിഞ്ഞാൽ തന്നെ ഈ പാറ്റേൺ കാണുന്ന വഴി നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഞാൻ ആ സൈഡിൽ കൊടുത്തുള്ള മെത്തേഡ് ഞാൻ ഒന്ന് ജസ്റ്റ് പറയാം. 3 ബിറ്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ ഏറ്റവും റൈറ്റുള്ള ബിറ്റിന്റെ പൊസിഷണൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ബൈനറി ആകുമ്പോൾ 2�0 ആയിരിക്കും. അതിന്റെ ലെഫ്റ്റുള്ള 2�1, പിന്നെ ലെഫ്റ്റുള്ള 2�2. അപ്പൊ 2�0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. 2�1 എന്ന് പറഞ്ഞാൽ എന്താ? 2 ആണ്. 2�2 എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ ഓരോ പൊസിഷനും എന്താണ്? 1, 2, 4 എന്ന് പറയുന്നതാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് 0 എന്നുള്ളതാണ് കിട്ടേണ്ടത് വെച്ചെങ്കിൽ, 0 കിട്ടണമെങ്കിൽ ഇതിൽ ഒക്കെ 0 കൊടുത്താലേ നമുക്ക് കിട്ടുള്ളൂ അല്ലെ. 0+0+0 ആയാലും നമുക്ക് കിട്ടുള്ളൂ. ഇനി 1 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 1 ഉള്ള വാല്യൂ വരുന്നത് ഏത് കോളത്തിലാന്ന് നോക്കുക. 1ന്റെ വാല്യൂ വരുന്നത് 2 ബിറ്റ് പൊസിഷൻ, 2�0 എന്നുള്ളതിനാണ് 1 വരുന്നത്. അപ്പൊ ആ 1ന്റെ അവിടെ 1 ഇട്ടാൽ മാത്രമേ 1 വരൂ, ബാക്കിയുള്ളൊക്കെ 0 ഇട്ട് കൊടുക്കുക. അപ്പൊ 1ന്റെ നേരെ വരെ 001 അല്ല വരുള്ളൂ. ഇനി 3 ആണ് നമുക്ക് കിട്ടേണ്ടത് വെച്ചെങ്കിൽ, 3 കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 2+1 ആണ്. അപ്പൊ 2 എന്നുള്ള കോളം ഏതാണ്? രണ്ടാമത്തേന്ന്. അപ്പൊ അവിടെ 1 ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ എന്ത് ചെയ്യുക? 1 എന്നുള്ള കോളം ഏതാണ്? ഏറ്റവും റൈറ്റുള്ള കോളം, അവിടെയും 1 ഇട്ട് കൊടുക്കുക. അവിടെയും ആ രണ്ടെണ്ണത്തിലും 1, ആദ്യത്തേലും 0 ഇട്ട് കൊടുത്ത് നമുക്ക് 3 കിട്ടും. ഇതുപോലെ 5 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക? 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 4+1 ആണ്. അപ്പൊ 5 കിട്ടണമെങ്കിൽ 4 എന്ന് പറയുന്ന കോളം ഏതാണ്? ഒന്നാമത്തെ കോളം, അവിടെ നമ്മൾ 1 ഇട്ട് കൊടുക്കുക. പിന്നെ ഏറ്റവും അവസാനത്തെ കോളത്തിലും 1 ഇട്ട് കൊടുക്കുക. നടുവില് 0, 101 എന്ന് പറയുന്നതാണ് 5. അപ്പൊ ഈ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താ വെച്ചെങ്കിൽ, ഓരോ ബിറ്റ് പൊസിഷൻ നിങ്ങൾക്ക് അറിയണതാണ്. 2�0, 2�1, 2�2, അതായത് 1, 2, 4 3 ആയതുകൊണ്ട്. ഇനി അതിന്റെ അടിയിൽ കറക്റ്റ് വാല്യൂ വരുന്നത് നോക്കിയിട്ട് നമ്മൾ ആ പൊസിഷനിൽ മാത്രം എന്തിട്ട് കൊടുക്കുക? 1 ഇട്ട് കൊടുക്കുക. എല്ലാത്തിലും 0 ഇട്ട് കൊടുക്കുക. ചിലയിൽ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ ആ വാല്യൂ കിട്ടണമെങ്കിൽ അത് രണ്ടും കറക്റ്റ് ആയി വരുന്നത് നോക്കിയിട്ട് അവിടെ രണ്ടോടത്തും 1 ഇട്ട് കൊടുക്കുക, എല്ലാത്തോടത്ത് 0 ഇട്ട് കൊടുക്കുക. ഇനി അത് കൺഫ്യൂഷൻ ആവുകയാണെങ്കിൽ നിങ്ങൾ ആ സംഭവം നോക്കണ്ട, നിങ്ങൾ ഈ ടേബിൾ ഇതുപോലെ പഠിച്ചു വെച്ചാൽ മതി. ഒക്ടലിന്റെ നേരെ അതിന്റെ ബൈനറി വാല്യൂസ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ചെയ്യാം. ഈ ടേബിൾ നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ് എന്താ വെച്ചെങ്കിൽ,
ടേബിൾ പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ് എന്താ വെച്ചാൽ ഒരു ഒക്ടൽ ഡിജിറ്റ് തന്നിട്ട് അതിന്റെ ബൈനറി കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഡെസിമൽ ടു ബൈനറി എന്നുള്ള കൺവേർഷനിൽ അതിനെ 2 ഡിവൈഡ് ചെയ്ത് വെക്കുക. അതായത് ഇപ്പൊ 2ന്റെ ബൈനറിയാണ് നിങ്ങളോട് കാണാൻ പറഞ്ഞുള്ളത്. 2നെ 2 ഡിവൈഡ് ചെയ്യുക. അപ്പൊ 2 എന്ത് ചെയ്യും, ഒരു തവണ. ബാക്കി റിമൈൻഡർ എന്താണ് വരിക, 0. അപ്പൊ ആ റിമൈൻഡർ നമ്മൾ റെക്കോർഡ് ചെയ്യും. വീണ്ടും 2 1 എന്താ, ഒരു തവണയും പോലെ 0, ബാക്കി റിമൈൻഡർ 1. അപ്പൊ 1 0 എന്നുള്ളതാണ് അതിന്റെ ബൈനറി. അതിനെ 3 ബിറ്റാക്കി എഴുതുമ്പോ 0 1 0. അപ്പൊ നമുക്ക് ഏത് അറിയാത്ത സംഭവമാണെങ്കിലും അതിന്റെ 3 ബിറ്റ് ബൈനറി ഒക്കെ അതിനെന്ത് ചെയ്താൽ മതി, 2 ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. തിരിച്ച് നിങ്ങൾക്ക് ബൈനറിയിൽ തന്നിട്ട് അതിന്റെ ഒക്ടൽ സംഖ്യ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടേബിൾ ഒന്നും പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് നോക്കുക, ബൈനറി ടു ഡെസിമൽ എന്നുള്ള കൺവേർഷൻ മെത്തേഡ് ഉണ്ട് അല്ലെ. 2:0, 2:1, 2:2. അപ്പൊ ഓരോ ഡിജിറ്റിനെ അതിന്റെ പൊസിഷൻ വെയിറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് സം ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ വാല്യൂ കിട്ടും. ആ വാല്യൂ ആയിരിക്കും ഇവിടെ അതിന്റെ കറസ്പോണ്ടിങ് ഒക്ടലിലും വരിക. അപ്പൊ ഈ രീതിയിൽ ഓർത്ത് വയ്ക്കുക. അതല്ലെങ്കിൽ ഈ ടേബിൾ നോക്കുക, അല്ലെങ്കിൽ ഞാൻ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ള രീതിയിൽ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. എന്തായാലും ഈ കറസ്പോണ്ടിങ് ഒക്ടൽ ഡിജിറ്റും അതിന്റെ ബൈനറി നമുക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ ഈസി ആയിട്ട് ഷോർട്ട് കട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൺവേർഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഷോർട്ട് കട്ട് മെത്തേഡിൽ ബൈനറി ടു ഒക്ടൽ കൺവേർഷന്റെ പ്രൊസീജിയർ ആണ് പറയുന്നത്. തന്നിട്ടുള്ള ആ ബൈനറി നമ്പറിനെ നമ്മൾ എവിടെയാണ് പോയിന്റ് നോക്കുക, ആ ബൈനറി പോയിന്റിന്റെ അവിടെ നിന്ന് ലെഫ്റ്റിക്ക് 3 ബിറ്റിന്റെ ഗ്രൂപ്പുകളാക്കിയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകും. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ലാസ്റ്റ് എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അവിടെ 3 ബിറ്റ് ഇല്ല, 1 ബിറ്റേ ഉള്ളൂ. നമ്മൾ അവിടെ 2 0 ഇട്ട് കൊടുക്കും. അപ്പൊ 3 ആക്കാൻ വേണ്ടി നമ്മൾ അവിടെ ബാക്കി എക്സ്ട്രാ 0 ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാം. ഇനി അതുപോലെ പോയിന്റിന്റെ അവിടെ നിന്ന് റൈറ്റിക്കുള്ള ഡിജിറ്റിനോ ഇതുപോലെ റൈറ്റിക്ക് ഗ്രൂപ്പുകളാക്കുക. ഇവിടെ നിന്ന് എന്നിട്ട് റൈറ്റിക്ക് 3 ഗ്രൂപ്പാക്കി. ഇനി അവിടെ 3 ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ എക്സ്ട്രാ 0s ഇട്ട് കൊടുക്കുക. ഈ പ്രൊസീജിയറാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഗ്രൂപ്പുകളാക്കിയ ഓരോ ഗ്രൂപ്പിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ ഡിജിറ്റ് നമ്മൾ എടുത്തെഴുതും. നമ്മൾ ആ ടേബിൾ നേരത്തെ പറഞ്ഞു, ആ ടേബിൾ വെച്ചിട്ട് നമുക്ക് 3 ബൈനറി നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഒക്ടൽ ഡിജിറ്റ് നമുക്ക് എഴുതാൻ ഈസിയാണ്. അത് വെച്ചിട്ട് നമ്മൾ എഴുതും. ബൈനറി ടു ഒക്ടൽ കൺവേർഷൻ, അതായത് ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ള കൺവേർഷനിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 1101 എന്നുള്ളതാണ് തന്നിട്ടുള്ള ബൈനറി നമ്പർ. അപ്പൊ അതിന് നമ്മൾ ചെയ്യുക എങ്ങനെയാ വെച്ചെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിക്ക് 3 ബിറ്റിന്റെ ഗ്രൂപ്പ് ആക്കി ഡിവൈഡ് ചെയ്യുക ചെയ്യാം. അപ്പൊ ഇവിടെ മൊത്തം 4 ബിറ്റാണുള്ളത്. റൈറ്റിൽ നിന്ന് നമ്മൾ ലെഫ്റ്റിക്ക് ആദ്യം 3 ബിറ്റ് ഗ്രൂപ്പ് ആക്കുമ്പോൾ നമുക്ക് 1 0 1 കിട്ടും. അവിടെ ഒരു ലൈൻ വരച്ചു നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തു 3 ബിറ്റ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 1 ആണുള്ളത്. ആ 1നെ നമ്മൾ 3 ബിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ നമ്മുടെ വക 2 0s ലെഫ്റ്റിൽ ഇട്ട് കൊടുത്തു. അങ്ങനെ നമുക്ക് 3 ബിറ്റിന്റെ ബൈനറി ഗ്രൂപ്പ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ പഠിച്ചു, നേരത്തെ ഒരു ടേബിളൊക്കെ നമ്മൾ പറഞ്ഞു. ആ ടേബിളിൽ ഓരോ ഒക്ടൽ ഡിജിറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ 3 ബിറ്റ് ബൈനറി വേണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ 3 ബിറ്റ് ബൈനറിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ ഡിജിറ്റ് നമുക്ക് ടേബിൾ നോക്കിയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 001 ആണ്. ആ 001ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ ഡിജിറ്റ് നമ്മൾ ആ ടേബിളിൽ പോയി നോക്കിയാൽ നമുക്ക് കാണാം 1 എന്നുള്ളത് കിട്ടും. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് എന്താണ്, 101. അപ്പൊ 101 എന്നുള്ളത് ആ ടേബിളിൽ എവിടെ പോയി നോക്കുക, അതിന്റെ കറസ്പോണ്ടിങ് ഒക്ടൽ ഡിജിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 5 ആണ്. അപ്പൊ 5 നിർത്തി നമ്മുടെ ആൻസർ കിട്ടുക 15 എന്ന് കിട്ടും. ബേസ് 8 ബൈനറിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ. ഇത് നമ്മൾ സാധാ രീതിയിൽ ഷോർട്ട് കട്ട് അല്ലാണ്ട് സാധാ രീതിയിൽ ചെയ്യണമെങ്കിൽ 2 സ്റ്റെപ്പായിട്ട് ചെയ്യണം. ആദ്യം എന്ത് ചെയ്യണം, ബൈനറിയിൽ തന്നതിനെ നമ്മൾ ഡെസിമൽ ആക്കി കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് ഡെസിമലിലുള്ളതിനെ വീണ്ടും എന്ത് ചെയ്യണം, ഒക്ടലാക്കി കൺവേർട്ട് ചെയ്യണം. അപ്പൊ അതിനെ നമുക്ക് ഈസി ആയിട്ട് ഈ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ടേബിൾ പഠിച്ചിട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. അതിൽ പോയിന്റ് വരുന്ന സംഖ്യയാണ് 1001.1 എന്നുള്ളത്. അപ്പൊ അവിടെ നമ്മൾ പോയിന്റിന്റെ ലെഫ്റ്റിക്ക് 3 ബിറ്റ് ഗ്രൂപ്പ് എടുക്കും. പോയിന്റിന്റെ ലെഫ്റ്റിലുള്ള 3 ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, 100. അവിടെ നമ്മളൊരു ലൈൻ വരച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കയ്യിൽ ഒരു ബിറ്റാണ് ലെഫ്റ്റിലുള്ള ഏതാണ്, 1. അതിനെ 3 ബിറ്റാക്കാൻ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ 2 0 ഇട്ട് കൊടുത്തു. അപ്പൊ അതും 3 ബിറ്റ് ഗ്രൂപ്പാക്കി. ഇനി നമ്മൾ പോയിന്റിന്റെ റൈറ്റ് ഭാഗത്തുള്ള ഡിജിറ്റ് നോക്കുക. പോയിന്റിന്റെ റൈറ്റ് ഭാഗത്തുള്ള എന്താണ്, 1 എന്നുള്ളതാണ്. അപ്പൊ അതിനെ 3 ബിറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ 2 0 റൈറ്റ് ഭാഗത്തും ചേർത്ത് കൊടുത്തു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, 3 ബൈനറി ബിറ്റുകളുടെ ഗ്രൂപ്പ് കിട്ടി.
ഇനി ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ ഡിജിറ്റ് ഏതാന്നുള്ളത് നമ്മൾ ടേബിൾ നോക്കിയിട്ട് എഴുതുക. അപ്പൊ 001 കറസ്പോണ്ടിങ് ആയിട്ട് ടേബിൾ നോക്കിയാൽ കാണാൻ പറ്റും 1 എന്നുള്ളത് കിട്ടും. വീണ്ടും എന്താ 001 തന്നെ, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 എഴുതുക. ഇനി പോയിന്റ് 100 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ ഡിജിറ്റ് എന്താണ്? 4 ആണ്. അപ്പൊ 4 എഴുതി. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ 11.4. പോയിന്റ് വരുന്നതിന് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അതായത് പോയിന്റിന്റെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിക്കാണ് ഗ്രൂപ്പ് റൈറ്റ് ഡിവൈഡ് ചെയ്യുന്നത്. അതുപോലെ പോയിന്റ് കഴിഞ്ഞ് റൈറ്റ് ഭാഗത്തുള്ള ബിറ്റുകളെ നമ്മൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിക്കായിട്ടാണ് ഗ്രൂപ്പ് ചെയ്യുന്നത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് നമ്മൾ എക്സ്ട്രാ സീറോസ് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് ഇടത്തെ അറ്റത്തും പിന്നെ ഒന്ന് എന്താണ് വലത്തെ അറ്റത്തുമാണ് പോയിന്റ് ഉണ്ടെങ്കിൽ. അടുത്തത് ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ ആണ്, യൂസിങ് ഷോർട്ട് കട്ട് മെത്തേഡ് ആണെന്ന് പറയുന്നത്. അപ്പൊ അതിലെന്താ ചെയ്യാച്ചെങ്കിൽ തന്നിട്ടുള്ള ഒക്ടൽ നമ്പറിലെ ഓരോ ഡിജിറ്റിനെയും നമ്മൾ 3 ബിറ്റ് ബൈനറി ഒക്കെ എഴുതും. നമ്മൾ ടേബിൾ മുന്നേ ഡിസ്കസ് ചെയ്തില്ല. ടേബിൾ നോക്കിയിട്ട് ഓരോ ഒക്ടൽ ഡിജിറ്റിന്റെയും കറസ്പോണ്ടിങ് 3 ബിറ്റ് ബൈനറി എഴുതും. ഈ ടേബിൾ അറിയില്ലെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ബൈനറി ആക്കി കൺവേർട്ട് ചെയ്തിട്ട് അതിന്റെ 3 ബിറ്റ് ബൈനറി ഇവിടെ എഴുതിയാൽ മതി. ഇങ്ങനെ കിട്ടുന്ന 3 ബിറ്റ് ബൈനറിയുടെ ഗ്രൂപ്പുകളൊക്കെ കൂടി നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ ബൈനറി നമ്പർ ആക്കി നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഒക്ടൽ ടു ബൈനറി കൺവേർഷന്റെ എക്സാമ്പിൾ ആണ് യൂസിങ് ഷോർട്ട് കട്ട് മെത്തേഡ്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 456 ബേസ് 8, അതായത് ഒക്ടൽ നമ്പർ ആണ് 456 തന്നിട്ടുണ്ട്. അതിനെ ബൈനറിക്ക് മാറ്റാൻ വന്നു. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ തന്നിട്ടുള്ള ഓരോ ഡിജിറ്റിനെ എടുത്ത് എഴുതുക. എന്നിട്ട് ആ ഡിജിറ്റിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3 ബിറ്റ് ബൈനറി ഏതാന്നുള്ളത് ടേബിൾ പോയി നോക്കിയിട്ട് എഴുതുക. അപ്പൊ 4 കറസ്പോണ്ടിങ് ആയിട്ട് 4 എന്നുള്ള എടുത്ത് എഴുതും. 4 അടിയിൽ നമ്മൾ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3 ബിറ്റ് ബൈനറി ആ ടേബിൾ നോക്കിയാൽ നമുക്ക് കാണാം 4 നേരെ എഴുതിയിട്ടുണ്ട് 100. ഇനി 5 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താ എഴുതിയിട്ടുള്ളത്? 101. അപ്പൊ അത് എടുത്ത് എഴുതി. ഇനി 6 കറസ്പോണ്ടിങ് ആയി നമ്മൾ എന്താ എഴുതും? 110 എന്ന് എഴുതി. ഇങ്ങനെ നമുക്ക് ഓരോ ഡിജിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് 3 ബിറ്റിന്റെ ബൈനറി ഗ്രൂപ്പുകൾ കിട്ടും. ഈ ബൈനറി ഗ്രൂപ്പുകളൊക്കെ കൂടി നമ്മൾ ഒന്നിച്ച് ഒറ്റ ബൈനറി നമ്പർ ആക്കി എഴുതുകയാണ് അടുത്ത് ചെയ്യുന്നത്. അതായത് ആൻസർ കിട്ടുക 100, 101, പിന്നെ 110 എന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്തത് പോയിന്റ് വരുന്ന ഒരു എക്സാമ്പിൾ നോക്കാം. പോയിന്റ് വരുന്ന ഒരു എക്സാമ്പിൾ ഒക്ടൽ ടു ബൈനറിയിൽ, അതായത് തന്നിട്ടുള്ളത് 765.12 എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യണം? ബൈനറിക്ക് മാറ്റണം. ഇതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്താൽ മതി. ഓരോ ഡിജിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3 ബിറ്റ് ബൈനറി എഴുതുക, പോയിന്റ് ഉള്ളവർക്ക് പോയിന്റ് ഇടുക. അപ്പൊ ആദ്യം 7 കറസ്പോണ്ടിങ് ആയിട്ട് ടേബിൾ പോയി നോക്കി എത്രയാണ് എഴുതിയിട്ടുള്ളത്? 111 അത് എടുത്ത് എഴുതി. 6 കറസ്പോണ്ടിങ് ആയിട്ട് എത്ര എഴുതിയിട്ടുള്ളത്? ടേബിളില് 110. ഇനി അടുത്ത ഡിജിറ്റ് 5 ആണ്. 5 കറസ്പോണ്ടിങ് ആയിട്ട് ടേബിളിൽ എഴുതിയിട്ടുള്ള 101. അപ്പൊ അതെടുത്ത് എഴുതി. ഇനി പോയിന്റ് 1 ആണ് അടുത്ത ഡിജിറ്റ്. 1 കറസ്പോണ്ടിങ് ആയിട്ട് എഴുതിയിട്ടുള്ളത് 001 ആണ്. പിന്നെ 2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റ് എഴുതിയിട്ടുള്ളത് ഏതാണ്? 010. ഇനി ഇങ്ങനെ കിട്ടിയാൽ നമുക്ക് ഈ 3 ബിറ്റ് ബൈനറി ആയിട്ട് കിട്ടിയിട്ടുള്ള ഈ ഗ്രൂപ്പുകളെയൊക്കെ കൂടി നമ്മൾ ഒന്നിച്ച് എഴുതി ഒറ്റ ബൈനറി നമ്പർ ആക്കി എഴുതും. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 111.110.001.010 ബേസ് 2. ഇനി അടുത്തതായിട്ട് നമുക്ക് ബൈനറി ടു ഹെക്സാഡെസിമൽ അല്ലെങ്കിൽ ഹെക്സാഡെസിമൽ ടു ബൈനറി ഏത് കൺവേർഷൻ ആയിക്കോട്ടെ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഒരു ടേബിൾ പഠിച്ചു വെക്കണം. ബൈനറിയും അതിന്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ ഡിജിറ്റും ഡെസിമലും ഒക്കെ വരുന്നത്. അപ്പൊ ആ ടേബിൾ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ആ ടേബിളിൽ ഓരോന്നിന്റെയും കറസ്പോണ്ടിങ് വരുന്ന ബൈനറി എത്രയെന്നുള്ളത് നോക്കണം. അപ്പൊ 0 എന്നുള്ള ഹെക്സാഡെസിമലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറിയിൽ നമ്മൾ ഒരു ഹെക്സാഡെസിമലിൽ എഴുതുമ്പോൾ 4 ഡിജിറ്റ് ആയിട്ട് എഴുതണം. കാരണം എന്താ വെച്ചെങ്കിൽ 16 ബിറ്റ് കോമ്പിനേഷൻസ് വരുന്നുണ്ട്. ഈ 16 ഡിഫറെന്റ് കോമ്പിനേഷൻ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് 4 ബിറ്റുകൾ ആവശ്യമാണ്. 2⁴ ആണ് 16 വരുന്നത്. അതായത് 4 ബിറ്റിന്റെ കോമ്പിനേഷൻ വെച്ചിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 16 ഡിഫറെന്റ് കോമ്പിനേഷൻസ് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ 4 ബിറ്റ് ആക്കിയിട്ടാണ് എഴുതുന്നത്. ഓരോ ഡിജിറ്റിന്റെയും കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ വാല്യൂ നമ്മൾ പഠിച്ചു വെക്കണം ഈ ടേബിള്. 0ന്റെ ഫുള്ള് 4 0, 0000, 1ന്റെ 0001,
2ന്റെ 0010, 3ന്റെ 0011, 4ന്റെ 0100, 5ന്റെ 0101, 6ന്റെ 0110, 7ന്റെ 0111. അപ്പൊ 7 വരെ കഴിയും. ഇനി 8 ആകുമ്പോൾ നമ്മൾ ആ 0 ഉള്ളടത്തൊക്കെ 1 ഇട്ട് കൊടുക്കുക. ബാക്കി സെയിം പാറ്റേൺ. അപ്പൊ 8ന്റെ കറസ്പോണ്ടിങ് ബൈനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000, 9ന്റെ ആകുമ്പോൾ 1001, 10ന്റെ ആകുമ്പോൾ 1010, അങ്ങനെ 12, 13, 14, 15 ആകുമ്പോൾ 1111 വരും. അപ്പൊ ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതൊരു ഹെക്സാഡെസിമൽ ഡിജിറ്റ് എന്നാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി 4 ഡിജിറ്റ് എഴുതാം. അതുപോലെ നേരെ തിരിച്ചു 4 ബിറ്റ് ബൈനറി ആണ് കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ എഴുതാം. ഇത് ഓർത്ത് വെക്കാൻ പറ്റാത്തവർക്ക്, ഇത് ടേബിൾ അതുപോലെ പഠിച്ചു വെക്കാൻ ഓർത്ത് വെക്കാൻ പറ്റാത്തവർക്ക് നമുക്ക് വേണമെങ്കിൽ നേരിട്ട് എന്ത് ചെയ്യാം, ബൈനറിയിൽ നിന്ന് ഡെസിമൽക്ക് മാറ്റുന്ന കൺവേർഷൻ ചെയ്തിട്ട് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഹെക്സാ ഡെസിമലിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഡെസിമലിൽ നിന്ന് അതിനെ ബൈനറിക്ക് മാറ്റുന്ന കൺവേർഷൻ ചെയ്താലും നമുക്ക് തിരിച്ച് 2 ഇതും കിട്ടും. അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഇത് വാല്യൂ കണ്ടെത്താം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 2 ആണെങ്കിൽ 2നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ബൈനറി കിട്ടും, റിമൈൻഡർ മെത്തേഡ് ഉപയോഗിച്ച്, ഡിവിഷൻ റിമൈൻഡർ മെത്തേഡ് ഉപയോഗിച്ചിട്ട്. അതുപോലെ നേരെ തിരിച്ച് 0100 എന്നാണെങ്കിൽ അതൊന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് പഠിച്ച എക്സ്പാൻഷൻ മെത്തേഡിൽ, അതായത് അതിന്റെ മേലെ അതിന്റെ എന്ത് ചെയ്യുക, ബിറ്റ് പൊസിഷൻസ് ഒക്കെ എഴുതി അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ അല്ലെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഒക്ടൽ ഡിജിറ്റ് കിട്ടും. അപ്പൊ ഈ മെത്തേഡ് വഴി നിങ്ങൾക്ക് കണ്ടുപിടിക്കുക. അതല്ലെങ്കിൽ ഈ ടേബിൾ നിങ്ങൾ എന്തെങ്കിലും പഠിച്ചു വെക്കുക, ഏതെങ്കിലും രീതിയിൽ ഓർത്ത് വെക്കുക. ഇനി വേറൊരു രീതിയും കൂടി ഞാൻ പറഞ്ഞു, ഒക്ടൽ പറയുമ്പോൾ പറഞ്ഞിരുന്നു, അതിനെന്ത് ചെയ്യുക, 3 ബിറ്റ് ആയതുകൊണ്ട് അതിന്റെ പൊസിഷൻസ് മേലെ എഴുതാം. ഏറ്റവും റൈറ്റിലുള്ളതിന്റെ മേലെ 2⁻0, പിന്നെ ലെഫ്റ്റ് 2⁻1, 2⁻2, 2⁻3, അങ്ങനെ 4 ബിറ്റുകളല്ലേ എഴുതുന്നത് ഇവിടെ. അപ്പൊ 4 പൊസിഷൻ ഇവിടെ എഴുതി. ഇനി അതിന്റെ വാല്യൂ അടുത്ത സ്റ്റെപ്പിൽ എഴുതുകയാണ്. 2⁻0 പകരം നമ്മൾ 1, 2⁻1 പകരം 2, 2⁻2 പകരം നമ്മൾ 4 എന്ന് എഴുതും, 2⁻3 എന്ന് പറഞ്ഞാൽ 8. അപ്പൊ ആ വാല്യൂ എഴുതി റൈറ്റ് 1, 2, 4, 8 എന്ന് എഴുതി. ഇനി നമ്മൾ നോക്കുക, ചോദ്യത്തിൽ 0 ആണ് തന്നിട്ടുള്ളത് വെച്ചെങ്കിൽ ഇതിൽ ഒന്നിലും 1 വേണ്ട, ഒക്കെ 0 ഇട്ട് കൊടുത്താൽ മതി. 1 ആണെങ്കിൽ ഏത് പൊസിഷനിൽ മാത്രം 1 മതി, 2⁻0 അല്ലെങ്കിൽ റൈറ്റിലുള്ള 1 എന്നുള്ളതിന്റെ പൊസിഷനിൽ മാത്രം 1 ഇട്ട് കൊടുത്താൽ ബാക്കിയൊക്കെ 0 ഇട്ട് കൊടുത്താൽ 1 എന്നുള്ള വാല്യൂ കിട്ടും. ഇനി 2 ആണ് കിട്ടേണ്ടത് വെച്ചെങ്കിൽ 2th പൊസിഷനിൽ, അതായത് 1 കഴിഞ്ഞ് രണ്ടാമത്തെ ബിറ്റ് കോളത്തിൽ നമ്മൾ 1 ഇട്ട് കൊടുക്കുക, ബാക്കിയൊക്കെ 0 ഇട്ട് കൊടുത്താൽ നമുക്ക് 2ന്റെ ബൈനറി കിട്ടും. അതുപോലെ 9 ആണ് കിട്ടേണ്ടത് വെച്ചെങ്കിൽ 9 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 8 + 1 ആണ്. അപ്പൊ 8 എന്നുള്ള പൊസിഷനിൽ നമ്മൾ 1 ഇട്ട് കൊടുക്കുക, 1ന്റെ പൊസിഷനിൽ 1 ഇട്ട് കൊടുക്കുക, ബാക്കിയുള്ളവർക്കൊക്കെ 0 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 9 എന്നുള്ളതിന്റെ വാല്യൂ. അപ്പൊ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ടേബിൾ നിങ്ങൾക്ക് അറിഞ്ഞു വെക്കുക, ബൈനറി അതിന്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ ഡിജിറ്റും. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, അത് കണ്ടുപിടിക്കാൻ വേണ്ടി. അടുത്തതായിട്ട് നമുക്ക് ബൈനറി ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ ആണ് ഷോർട്ട് കട്ട് മെത്തേഡ് വെച്ച് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിൽ ചെയ്യുന്ന എന്താ വെച്ചാൽ, തന്നിട്ടുള്ള നമ്പറിൽ പോയിന്റ് ഉണ്ടെങ്കിൽ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് 4 ബിറ്റിന്റെ ഗ്രൂപ്പായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഓരോ 4 ബിറ്റും ഡിവൈഡ് ചെയ്ത് പോകും. ഇനി ലാസ്റ്റ് എത്തുമ്പോൾ നമുക്ക് 4 ബിറ്റ് ഇല്ലെങ്കിൽ നമ്മൾ അവിടെ അത്രയും 0 ആഡ് ചെയ്ത് കൊടുക്കും. ഇനി ഇതുപോലെ പോയിന്റിന്റെ റൈറ്റ് സൈഡിക്കും നമ്മൾ എന്ത് ചെയ്യും, റൈറ്റിക്ക് 4 ബിറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. ലാസ്റ്റ് നമ്മൾ 4 അല്ലെങ്കിൽ അത്രയും 0 അവസാനം ചേർത്ത് കൊടുക്കും. അപ്പൊ ഇവിടെ ഈ അറ്റത്തും ഈ അറ്റത്തുമാണ് നമ്മൾ 0 ഇട്ട് കൊടുക്കണം 4 ബിറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇങ്ങനെ കിട്ടുന്ന 4 ബിറ്റിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ ഡിജിറ്റ് നമ്മൾ ആ ടേബിൾ നോക്കിയിട്ട് എഴുതും. ടേബിളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹെക്സാഡെസിമൽ ഡിജിറ്റ് ഓരോ അതിന്റെ കറസ്പോണ്ടിങ് ബൈനറി. അപ്പൊ അത് നോക്കി നമ്മൾ അതിന്റെ ഹെക്സാഡെസിമൽ ഡിജിറ്റ് ഇവിടെ എഴുതും. അടുത്തത് ബൈനറി ടു ഹെക്സാഡെസിമൽ കൺവേർഷന്റെ എക്സാമ്പിൾ ആണ്. നമുക്ക് തന്നിട്ടുള്ള ബൈനറി നമ്പർ എന്ന് പറഞ്ഞാൽ 00111101. അതിനെ ഹെക്സാഡെസിമൽ ആക്കി കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ നേരത്തെ ഒക്ടലിൽ ചെയ്തത് എങ്ങനെയായിരുന്നു, 3 ബിറ്റിന്റെ ബൈനറി ഗ്രൂപ്പുകളാക്കി ഡിവൈഡ് ചെയ്യുക. ഇവിടെ അതിന് പകരം ഹെക്സാഡെസിമൽ ആയതുകൊണ്ട് നമുക്ക് 16 കോമ്പിനേഷൻസ് ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് 4 ബിറ്റിന്റെ ബൈനറി ആക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ തന്നിട്ടുള്ള ബൈനറിനെ 4 ബിറ്റ് ബൈനറി ആക്കി ഡിവൈഡ് ചെയ്യും. എവിടെയെങ്കിലും 4 ബിറ്റ് കുറവുണ്ടെങ്കിൽ നമ്മൾ അത്രയും സീറോസ് അവിടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ ഇവിടുന്ന് റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, റൈറ്റ് സൈഡിൽ നിന്നുള്ള ഡിജിറ്റുകൾ ഏതൊക്കെയാണ്, 1 0 1 1 വലത്തെ അറ്റത്ത് നിന്ന് തുടങ്ങാം. അപ്പൊ ഒരു ഗ്രൂപ്പ് ആക്കി.
ഇനി പിന്നെ അടുത്ത ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 1100. ഇവിടെ കറക്റ്റ് രണ്ട് ഗ്രൂപ്പിലും 4 ഡിജിറ്റ് ഉണ്ട്. അപ്പൊ അതിനെ 2 ഗ്രൂപ്പാക്കി ഡിവൈഡ് ചെയ്തു. ഇനി ഓരോ ബൈനറി ഗ്രൂപ്പിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ ഡിജിറ്റ് നമ്മൾ ഈ ടേബിളിൽ പോയിട്ട് കൺവേർഷൻ ടേബിൾ അവിടെ കാണിച്ചിട്ടുണ്ട്, അതിൽ പോയിട്ട് നോക്കിയിട്ട് എഴുതുകയാണ് ചെയ്യാം. അപ്പൊ 0011 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റ് അതിൽ നോക്കുക. ഹെക്സാഡെസിമൽ ഡിജിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? 3 വരിക. പിന്നെ 1101 അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ ഡിജിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D ആണ് വരിക. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 3D/16. 16ൽ 3D ആണ് കറസ്പോണ്ടിങ് ബൈനറി നമ്പറിന്റെ ആൻസർ ആയിട്ട് വരിക. അടുത്ത എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റ് വരുന്ന നമ്പറാണ്. ബൈനറി നമ്പർ 110100.11 ആണ്. അപ്പൊ അതിനെ നമ്മൾ ശ്രദ്ധിക്കുക, പോയിന്റിന്റെ ലെഫ്റ്റിക്ക് നമ്മൾ 4 ബിറ്റിന്റെ ഗ്രൂപ്പാക്കി ഡിവൈഡ് ചെയ്തു, റൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് ലെഫ്റ്റിക്ക്. അപ്പൊ പോയിന്റിന്റെ അവിടുന്ന് ലെഫ്റ്റിക്ക് എടുക്കുമ്പോൾ ആദ്യത്തെ ഗ്രൂപ്പ് ഏതായിരിക്കും? 0100 ഒരു ഗ്രൂപ്പ്. പിന്നെ അവിടെ 211 ആണ് ലെഫ്റ്റിലുള്ളത്. അപ്പൊ അതിനെ 4 ബിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 0 ലെഫ്റ്റിൽ ചേർത്ത് കൊടുത്തു. അതിനെ റെഡ് കളറിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്ക് 2 ഗ്രൂപ്പ് കിട്ടി. ഇനി പോയിന്റ് കഴിഞ്ഞിട്ട് 211 ആണുള്ളത്. അപ്പൊ അതിനൊരു ഗ്രൂപ്പ് ആക്കാൻ വേണ്ടി 4 ബിറ്റിന്റെ ഗ്രൂപ്പ് ആക്കാൻ വേണ്ടി ഞാൻ 2 0 അവിടെ റൈറ്റ് സൈഡിൽ ഇട്ട് കൊടുത്തു, റെഡ് കളറിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, പോയിന്റ് വരുന്നതിലൊക്കെ നമ്മൾ എപ്പോഴും എക്സ്ട്രാ 4 ബിറ്റ് ആക്കാൻ ഇട്ട് കൊടുക്കുന്ന 0 എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഇടത്തെ അറ്റത്ത്, ഇവിടെയാണെങ്കിൽ വലത്തെ അറ്റത്താണ് വരിക. ഇനി ഈ ഗ്രൂപ്പ് ആക്കിയിട്ടുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ ഡിജിറ്റ് നമ്മൾ ആ ടേബിൾ നോക്കി എഴുതുക. അപ്പൊ നമ്മൾ ആദ്യത്തെ ഗ്രൂപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര കിട്ടുക? 0011. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 3 ആണ്. ആ ടേബിൾ നോക്കിയാൽ നമുക്ക് കാണാം. 0100 അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എത്ര വരിക? 4 ആണ് വരിക. ഇനി 1100 അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് C എന്നുള്ള സിമ്പിളാ വരിക. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 34.C/16 ആണ് കിട്ടുക. ഹെക്സാഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ആണ് പറയുന്നത് യൂസിങ് ഷോർട്ട് കട്ട് മെത്തേഡ്. അപ്പൊ അതിൽ നമ്മൾ ചെയ്യുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, തന്നിട്ടുള്ള ഹെക്സാഡെസിമൽ നമ്പറിനെ നമ്മൾ ഓരോ ഡിജിറ്റിനെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4 ബിറ്റ് ബൈനറി ഒക്കെ എഴുതും. അപ്പൊ ഈ 4 ബിറ്റ് ബൈനറി നമുക്ക് നേരത്തെ പറഞ്ഞ ടേബിള്, ഹെക്സാഡെസിമലിന്റെ ടേബിള് നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടും. അപ്പൊ അതിന് 4 ബിറ്റ് ബൈനറി ഒക്കെ നമ്മൾ എഴുതും. എന്നിട്ട് എഴുതി കഴിഞ്ഞാൽ ഈ 4 ബിറ്റ് ബൈനറികളൊക്കെ കൂടി നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ ബൈനറി നമ്പർ ആക്കി നമ്മൾ കൺവേർട്ട് ചെയ്യാം. ഹെക്സാഡെസിമൽ ടു ബൈനറി കൺവേർഷൻ എക്സാമ്പിൾ നോക്കാം. തന്നിട്ടുള്ള ഹെക്സാഡെസിമൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6D9 ആണ്, ബേസ് 16. അപ്പൊ അതിനെ ബൈനറി ആക്കി മാറ്റുക. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ നേരത്തെ പറഞ്ഞതാണ്. അതിന്റെ പ്രൊസീജിയർ എന്താ ചെയ്യുക? ഓരോ ഹെക്സാഡെസിമൽ ഡിജിറ്റിനെ നമ്മൾ എടുത്തെഴുതും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4 അക്ക ബൈനറി നമ്പർ എഴുതുകയാണ് ചെയ്യുക ടേബിള് നോക്കിയിട്ട്. അപ്പൊ ഇവിടെ ഓരോ ഡിജിറ്റും ഏതൊക്കെയാണ്? 6ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന 4 അക്ക ബൈനറി ഏതാന്ന് നോക്കുക. ഏതാണ് വരിക ടേബിളില്? 0110. അടുത്ത ഡിജിറ്റ് D ആണ്. Dക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4 അക്ക ബൈനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1101. അടുത്തത് 9ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4 അക്ക ബൈനറി ടേബിൾ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാം 1001. ഇനി നമുക്ക് കിട്ടിയ ഈ 3 ബൈനറിയുടെ ഗ്രൂപ്പുകളെയും കൂടി നമ്മൾ ഒരുമിച്ച് ഒരു ബൈനറി നമ്പർ ആക്കി എഴുതുകയാണ് ചെയ്യുക. അപ്പൊ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 011011011001 ബേസ് 2. ഇനി നമുക്ക് അടുത്തത് ഒരു പോയിന്റ് വരുന്ന ഒരു എക്സാമ്പിൾ നോക്കാം. 8A.1C. അപ്പൊ അതിൽ നമ്മൾ 8 എടുത്തു. 8ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4 അക്ക ബൈനറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 എന്ന് വരും. എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മൾ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ 1010 എന്ന് വരും. ഇനി പോയിന്റ് 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 0001. സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം 1100. ഇനി ഈ കിട്ടിയ 4 ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരുമിച്ച് ഒറ്റ ബൈനറി നമ്പർ ആക്കി എഴുതുകയാണ് ചെയ്യാം. അപ്പൊ 1000.000.11100 ബേസ് 2. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ പ്രോബ്ലംസ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ ആ തന്ന പ്രോബ്ലംസ് ഒക്കെ നിങ്ങളുടെ നോട്ടിൽ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. കൂടാണ്ട് അസൈൻമെന്റ് ആയിട്ട് തന്ന ചോദ്യങ്ങൾ നിങ്ങളുടെ കൺസേൺ ടീച്ചേഴ്സിന് എന്ത് ചെയ്യുക? അയച്ചു കൊടുക്കുക. ചെയ്തതിന് ശേഷം
ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.